നമസ്കാരം. Recently, I was dating someone, and കുറച്ച് നാളെടുത്തെങ്കിലും I figured out that this is not what I want out of a relationship. But we were good friends, we were great friends, and he was also a great guy. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ പുള്ളി തന്നെ ഇടയ്ക്ക് പറയുമായിരുന്നു ദാറ്റ് ഇനിയിപ്പോൾ അഥവാ നമ്മൾ ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിലും വി ഷുഡ് റിമെയിൻ ഗുഡ് ഫ്രണ്ട്സ് എന്ന്. സോ ആ ഒരു ധൈര്യത്തിൽ ഞാൻ പുള്ളിയോട് പോയി പറഞ്ഞു, എടാ ഐ ഡോണ്ട് സീ എ ഫ്യൂച്ചർ ഇൻ ദിസ് എന്ന് ഞാൻ വളരെ ജെനുവിനായിട്ട് പറഞ്ഞു. എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു. ആൻഡ് നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കണം എന്ന് പറഞ്ഞ വ്യക്തി, ഉറപ്പായും ഫ്രണ്ട്സ് ആയിരിക്കണം എന്ന് പറഞ്ഞ വ്യക്തി അടുത്ത് ചെയ്തത് ഹി ബ്ലോക്ക്ഡ് മീ എവറിവെയർ. വാട്സാപ്പ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഫോൺ എല്ലായിടത്തും. It was as though he never existed. He just vanished into thin air. What can I do to change this? അല്ലെങ്കിൽ what should we do to change this? എന്ത് ചെയ്താൽ നമുക്കിത് ബെറ്റർ ആക്കാം എന്നൊന്നും അങ്ങനെ ഒരു ഡിസ്കഷനെ പുള്ളി ഉണ്ടാക്കിയില്ല. He just left, making me feel a little guilty also. പക്ഷെ ബിലീവ് മീ, യുവർ ഗേൾ നോസ് ബെറ്റർ. കുറച്ച് ദിവസം ആ ഒരു ഗിൽറ്റ് ഉണ്ടായെങ്കിലും ഐ മൂവ്ഡ് ഓൺ. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പ്രേമലു സിനിമ കാണുന്നത്. ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ മമിത ബൈജുവും നസ്ലിനും പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച പ്രേമലു ഫെബ്രുവരിയിലാണ് റിലീസായത്. OTT-യിൽ കണ്ട പലർക്കും സിനിമയുടെ പൾസ് അങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും വളരെ രസകരമായിട്ടുള്ള ഒരു തിയേറ്റർ വാച്ചായിരുന്നു മൂവി. ഒത്തിരി ചിരിപ്പിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കോമൺ ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു ചോദ്യമായിരുന്നു ദാറ്റ് പ്രേമലുവിൽ ആക്ച്വലി പ്രേമമുണ്ടോ എന്ന്. മമിത ബൈജു അവതരിപ്പിച്ച റീനു എന്ന കഥാപാത്രത്തിൻ്റെ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുകയല്ലേ നായകൻ എന്നൊരു ഡൗട്ട്, ഒരു തരം മാനിപ്പുലേഷൻ അവിടെ നടന്നിട്ടില്ലേ എന്നൊരു സംശയം. ഇത് കേൾക്കുമ്പോൾ പലർക്കും വെക്സിംഗ് ആയിട്ട് തോന്നിയേക്കാം, എന്തിനാണ് വെറുതെ ഓവർ റീഡ് ചെയ്യുന്നത് എന്നൊരു ഇറിറ്റേറ്റഡ് ഭാവം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഫഫ പറഞ്ഞതുപോലെ സിനിമ തിയേറ്ററിൽ നിന്ന് വീട് വരെ പോരെ സിനിമ സംസാരം എന്നൊരു ചോദ്യം എവിടെയൊക്കെയോ ലേർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഐ ക്യാൻ ഫീൽ ദാറ്റ്, ഐ ക്യാൻ സെൻസ് ദാറ്റ് ഫ്രം യു. ബട്ട് ഓൺ എ സീരിയസ് നോട്ട് ലെറ്റ് മീ ടെൽ യു, ഒരു ബുക്ക് വായിക്കുന്നത് പോലെയോ അതിനപ്പുറമോ തിരിച്ചറിവുകളും അനുഭവങ്ങളും എല്ലാം ഒരു സിനിമയ്ക്ക് നൽകാനായിട്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ശോശാങ്ക് റിഡംഷൻ പോലത്തെ ഒരു സിനിമ, ഇറ്റ് കുഡ് ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അതുപോലെ കിരീടം പോലത്തെ ഒരു സിനിമ, ഇറ്റ് ക്യാൻ ഇൻക്രീസ് യുവർ ഇമോഷണൽ കോഷ്യൻ. അതുപോലെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും, വിച്ച് ഷോസ് വൈ ഫിലിംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, വൈ വി ഷുഡ് ഡിസ്കസ്. ഇപ്പോൾ നമ്മൾ 100 കോടി ക്ലബിൻ്റെ അകത്ത് കയറി, 200 കോടി ക്ലബിൻ്റെ അകത്ത് കയറി, അങ്ങനെ ഒരു കോടി ക്ലബിനെക്കാളും അപ്പുറം നമ്മൾ ഫിലിംസ് പറയുന്ന തീം ഒക്കെ നമ്മൾ ആവശ്യത്തിന് അനലൈസ് ചെയ്യുന്നുണ്ടോ, അതിൽ നിന്നും എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ഉള്ളത് വളരെ ഒരു സംശയപരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഫഫ പോയി ഫഫയുടെ പണി നോക്ക്, ഇൻ വിച്ച് യു ആർ ക്വൈറ്റ് ആൻ എക്സ്പെർട്ട്, എ ഫാൻ ഗേൾ. സോ ലെറ്റ്സ് കം ബാക്ക് ടു പ്രേമലു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നായികയുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആൻഡ് ദ മെയിൻ റീസൺ ഇസ് ഷീ ഈസ് ലോൺലി ആൻഡ് ഷീ നീഡ്സ് എ ഫ്രണ്ട്. അവളുടെ ഏക ഫ്രണ്ടായിരുന്ന കാർത്തിക, ഹു ഇസ് ഓൾസോ ഹെർ റൂംമേറ്റ്, പുള്ളിക്കാരത്തി ടൗൺ വിട്ട് പോവുകയാണ്. ആൻഡ് ഹെർ വർക്ക് പ്ലേസ്, റീനുവിൻ്റെ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടൊരു സ്ഥലമാണ്. മെയിൻലി ബിക്കോസ് ഓഫ് ഹെർ സീനിയർ, ഒരു ഇൻഫാക്ച്വേറ്റഡ് സീനിയർ ഉണ്ട് ആദി. പിന്നെ അവളുടെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ആർ ലീഡിങ് എ വെരി പീസ്ഫുൾ റിട്ടയർമെൻറ്റ് ലൈഫ്. ടിക്ടോക്കും ഫേസ്ബുക്കൊക്കെ ആയിട്ട് അവർ അവരുടേതായിട്ടുള്ള ലോകത്താണ്. ദേ റിയലി ഡോണ്ട് വാണ്ട് ടു ഇൻ്റർഫിയർ ഇൻ ഹെർ ഹൈദരാബാദ് ലൈഫ്. സോ മരുഭൂമിയിലെ മരുപ്പച്ച പോലെ കാർത്തികയ്ക്ക് പകരമായിട്ട് ഒരു നല്ല ഫ്രണ്ടിനെയാണ് റീനു സച്ചിനിൽ കാണാനായിട്ട് ശ്രമിക്കുന്നത്. ഫിലിം തന്നെ അത് വളരെ നല്ലോണം കാണിക്കുന്നുണ്ട്. റീനു സച്ചിനോട് ഒരുപാട് തവണ പറയുന്നുണ്ട് ദാറ്റ് എനിക്ക് നിന്നോട് പ്രേമമല്ല, ദിസ് ഇസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് റീനുവിൻ്റെ കഥാപാത്രം ഒരുപാട് തവണ പറയുന്നുണ്ട്. ഷീ ആക്ച്വലി വാണ്ട്സ് എ ഗുഡ് ഫ്രണ്ട്. അവൻ്റെ ഫോൺ കേടായപ്പോൾ റീനു തൻ്റെ പഴയ ഫോൺ കൊടുക്കുന്നുണ്ട്. ഒരു ബെറ്റർ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് ഒരു റെസ്യൂമെ പോലും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ കൂടെ ഇരുന്ന് റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിവേ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പുള്ളി അബാൻഡൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. അതുപോലെ തന്നെ തൻ്റെ ബർത്ത്ഡേ അത്തരം ഒരു ഇൻറ്റിമേറ്റ് ഗ്യാതറിംഗ് ആയിട്ട് കൂടി സച്ചിൻ്റെ അടുത്ത ഫ്രണ്ടായിട്ടുള്ള അമൽ ഡേവിസിനെയും ഷീ ഇൻവൈറ്റ്സ്. സോ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കാനായിട്ട് പുള്ളിക്കാരത്തി പലതും അതിൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രേക്ഷക എന്ന നിലയിൽ സച്ചിനോട് റീനുവിന് പ്രേമമുണ്ട് എന്ന് ആ ഒരു പോയിന്റിലും എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ടോക്കിംഗ് അബൌട്ട് സച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തനിക്കൊരു ഫോൺ തന്നത്, അല്ലെങ്കിൽ തന്നെ ജോലിക്ക് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, റെസ്യൂമെ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാം തന്നെ പ്രേമിക്കുന്നത് കൊണ്ടാണ്, ആ പെൺകുട്ടിക്ക് തന്നോട് പ്രേമമാണ് എന്നൊരു മൂഢസ്വർഗത്തിലാണ് സച്ചിൻ കഴിയുന്നത്. റെസ്യൂമെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുമ്പോൾ ഹി പ്രപ്പോസസ് ഹർ. ഇൻ മിഡിൽ ഓഫ് ദാറ്റ് ഹി പ്രപ്പോസസ് ഹർ ആൻഡ് ഷീ സേസ് നോ. ഞാൻ പുള്ളി അപ്പോൾ തന്നെ അവിടെ വെച്ച് പുള്ളിക്കാരത്തി അബാൻഡൻ ചെയ്ത് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. സോ അങ്ങനെ ഒരു പെണ്ണിനെയും, പ്രത്യേകിച്ചും താൻ പ്രേമിക്കുന്ന, താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ല എന്ന ഒരു പ്രത്യേക തരം കഴിവുള്ള ആളാണ് സച്ചിൻ. ഒടുവിൽ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ സച്ചിൻ
ആരോടും ഒന്നും പറയാതെ ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടുത്തെ പഠിത്തവും ജോലിയും എല്ലാം കളഞ്ഞിട്ട് പുള്ളി ചെന്നൈയിലേക്ക് പോകുന്നു. അവിടെയാണ് സച്ചിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അമൽ ദേവസിൻ്റെ വരവ്. ആരോടും ഒന്നും പറയാതെ എല്ലാം കൂടെ വാരിക്കെട്ടി പോയ സച്ചിനെ അന്വേഷിച്ച് റീനു വരുമ്പോൾ അമൽ ദേവസ് നമ്മുടെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സിനിമയിലെ ഇന്നസെന്റ് കളിക്കുകയാണ്. സച്ചിൻ നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നീ കാരണമാണ് ഇവിടെ നിന്ന് അവൻ പോയത്, ബ്ലാ 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 എന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി അവളോട് പറയും. ബേസിക്കലി റീനുവിനെ കുറേ ഗിൽറ്റ് ട്രിപ്പിംഗ് ചെയ്യുന്നു. ആ സിനിമ മൊത്തം ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ്. അങ്ങനെ കുറ്റബോധം ഉണ്ടാക്കി പല രീതിയിലും പല അവസ്ഥകളിലും കൂടെ കുറ്റബോധം ക്രിയേറ്റ് ചെയ്ത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഫിലിം ഷീ ഫീൽസ് ദാറ്റ് ഓക്കെ ഷീ ലവ്സ് ഹിം. അങ്ങനെ അവളുടെ പ്രണയം അവനോട് കൺഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് സിനിമ നിൽക്കുന്നത്. സോ ഇതിനെന്തായാലും പ്രേമമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ എവിടെയോ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട്. ആരൊക്കെയോ കുറേ തെറ്റ് ചെയ്യുന്നുണ്ട്. സച്ചിൻ്റെ ഭാഗത്താണോ തെറ്റ്? ഐ ഡോണ്ട് ഫീൽ സോ. ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് തെറ്റ് ഒരു സൊസൈറ്റി എന്ന രീതിയിൽ നമ്മുടെ ഭാഗത്താണുള്ളത്. ബിക്കോസ് ഈ പാറ്റേൺ ഉണ്ടല്ലോ, ഈ കുറ്റബോധം ഉണ്ടാക്കി അതിൻ്റെ അവസാനം അതിനെ പ്രേമമാക്കി മാറ്റുന്ന ഈ ഒരു പാറ്റേൺ, ഇത് കുറേ നാളായിട്ട് നമ്മൾ സിനിമയിലും റിയൽ ലൈഫിലും എല്ലാം കണ്ട് വളരെ ആസ്വദിച്ച് കൈയടിച്ച് നമ്മൾ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മൾ ക്ലാസിക്സ് എടുക്കാം, വന്ദനം, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പല സിനിമകളും, മിന്നാരം ആൻഡ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഒരു സമയത്ത് വന്ന ദിലീപിൻ്റെ ഒരുപാട് മൂവീസ്, ഇതെല്ലാം ഗിൽറ്റടിപ്പിച്ച് അതിൻ്റെ ഒടുവിൽ നായികയെ കൊണ്ട് അതിനെ പ്രേമമാക്കി മാറ്റുകയാണ്. മനസ്സിലായില്ല? അങ്ങനെ ഒരു ദിസ് ഇസ് ലവ് എന്നൊരു വിശ്വാസം ഉണ്ടാക്കി മാറ്റുന്നതാണ് ഈ സിനിമ എല്ലാം ചെയ്തിട്ടുള്ളതും നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും. ബേസിക്കലി ഷീ ഡി നോട്ട് ഹാവ് എ ചോയ്സ്. സോ കമ്മിങ് ബാക്ക് ടു പ്രേമലു, ഞാൻ ഈ ഇടയ്ക്ക് കേട്ടു ദാറ്റ് പ്രേമലു 2 അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ പ്രേമലു മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. സോ ഒബ്വിയസ്ലി സച്ചിൻ അബ്രോഡ് പോയി, റീനു ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്, ഇവിടെ തന്നെയുണ്ട്. ആൻഡ് യു നോ ഷീ ഈസ് എ വെരി സ്ട്രോങ് വിൽഡ് വുമൺ ആൻഡ് ഷീൽ ഫിഗർ ഔട്ട് ദാറ്റ് ദിസ് വാസ് നെവർ ലവ്. ഓക്കെ, ഓൾ ഷീ വാണ്ടഡ് വാസ് എ ഗുഡ് ഫ്രണ്ട് എന്ന് ഇവൻച്വലി പുള്ളിക്കാരി ഫിഗർ ഔട്ട് ചെയ്യും. മേ ബി വെൻ ഷീ ഗെറ്റ്സ് എ ഗുഡ് ഫ്രണ്ട് ഓർ വെൻ ഷീ ആക്ച്വലി ഫോൾസ് ഇൻ ലവ്, എനിക്ക് വേണ്ടിയിരുന്ന ഒരു നല്ലൊരു കൂട്ടാണ് എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഷീ വിൽ ഹാവ് ടു ബ്രേക്കപ്പ് വിത്ത് സച്ചിൻ ഇവൻച്വലി. സോ സച്ചിൻ്റെ നറേഷനിൽ, അമൽ ദേവിസിൻ്റെ നറേഷനിൽ, ആദിയുടെ നറേഷനിൽ, അതുപോലെ തന്നെ സൊസൈറ്റി നമ്മുടെ നറേഷനിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ റീനു സച്ചിനെ തേച്ചിട്ട് പോയി. ഷീ ബിക്കംസ് ദ തേപ്പ്, ഷീ ബിക്കംസ് ദ വെടി. യു ക്യാൻ തിങ്ക് ഫോർ യുവർ സെൽഫ്, പ്രേമലുവിൽ ആക്ച്വലി പ്രേമം ഉണ്ടായിരുന്നു എന്ന്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു വാച്ച് മൈ അതർ വീഡിയോസ്. താങ്ക് യു. നമസ്കാരം.